കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമമായിട്ട് ഈ നല്ല സമയത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം. എന്താണ് പൗലൂസ് പറയാണ് റോമിലെ സഭയോട് വിശ്വാസികളുടെ, സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരും എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് ഉറച്ചിരിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന വചനം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരാകുക എന്നുള്ളതാണ്. പ്രൈസലോ, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരാകുക എന്ന് പറയുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം, രക്തം ചെയ്യണം. ലേവിയ ഈ വചനം പ്രാരംഭത്തിൽ കേൾക്കുന്ന പ്രിയ സഹോദരനോട് ഞാൻ പറയട്ടെ, അന്യോന്യം പ്രബോധിപ്പിക്കാൻ നീ പ്രാപ്തിയുള്ളവനാണോ, പ്രാപ്തിയുള്ളവളാണോ? നിന്നെ തന്നെ ശോധന ചെയ്യുമ്പോഴാണ് നിന്റെ ജീവിതം നിനക്ക് നേരായ രീതിയിൽ പടുന്നു ഉയർത്തുവാൻ കഴിയുള്ളൂ. രക്തം ചെയ്യണം. നല്ല ഹൃദയം എന്നൊക്കെ പറയുന്നത് നല്ല തെളിവുള്ള നീരുറവ പോലെയാണ്. പ്രൈസലോ, നല്ല തെളിവുള്ള നീരുറവിൽ നിന്ന് നല്ല തെളിഞ്ഞ വെള്ളം മാത്രമേ ഒഴുകി വരത്തുള്ളൂ. പ്രൈസലോ, അത് കണ്ണുനീർത്തുള്ളി പോലെ ആ നീരുറവയിരിക്കും. പ്രൈസലോ, എന്നോട് നല്ല ഹൃദയത്തിൽ നിന്നും ഏറ്റവും നല്ല വാക്കുകൾ മാത്രമേ പുറപ്പെടുത്തുള്ളൂ. അല്ലേ? അത് മറ്റുള്ളവർക്ക് വളരെ സന്തോഷമാകും. പ്രൈസലോ, നീരുറവിലെ വെള്ളം എപ്രകാരം നമ്മളത് ഉപയോഗിക്കുന്നോ, കോരുപയോഗിച്ച് ടേസ്റ്റ് ചെയ്യുന്നോ, അതുപോലെ ആയിരിക്കണം അന്യോന്യം നിങ്ങൾ പ്രബോധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് നീരുറവിൽ നിന്ന് വരുന്ന ആ നല്ല തെളിവുള്ള വെള്ളം പോലെ അവർക്ക് സന്തോഷമായി മാറും. നിങ്ങൾക്ക് ആ സ്വഭാവമുണ്ടോ? ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പൊ നല്ല ഗുണങ്ങളാൽ നിറഞ്ഞവർക്ക് മാത്രമേ നല്ല വാക്കുകൾ സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, ബർന്നബാസിനെ കുറിച്ച് വേദപുസ്തകം സാക്ഷി നൽകുന്ന അവൻ നല്ല മനുഷ്യൻ എന്നാണ് പറയുന്നത്. സെബാനോസിനെ കുറിച്ച് പറയുന്നത് അവൻ നല്ല മനുഷ്യൻ, പ്രബോധനപുത്രൻ. ഹല്ലേലൂയ. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പോസ്തലന്മാർ അവനെ മറുപേര് വിളിച്ചു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിന്റെ 24-ലും 4-ാം അധ്യായം 36-37 വാക്യങ്ങൾ വായിച്ച ബർന്നബാസിനെ കുറിച്ച് പറഞ്ഞേക്കണം. ലേലിയ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലേലിയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. സ്തെഫാനോസിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയാം. ഹല്ലേലൂയ. അപ്പോസ്തലർ 4-ാം അധ്യായം അതിന് 36-37 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച സൈപ്രസ്കാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു മനുഷ്യനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. അപ്പം ബർന്നബാസ് കർത്താവിനെ അറിഞ്ഞപ്പോൾ തനിക്കുണ്ടായിരുന്ന നിലം മുഴുവൻ വിറ്റിട്ട് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കുള്ളത് വിറ്റിട്ട് കൊണ്ടുവന്ന് കർത്താവിന്റെ കാൽക്കൽ അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് പൂർണ്ണമായി കൊടുത്തതായിട്ട് നിങ്ങൾക്കറിയാവും. ചിലർ പറയും ഞാൻ അത് ചെയ്ത് ഇത് എന്ന് പറയും. ഹല്ലേലൂയ. ചെയ്തിട്ടുള്ളവർ കാണുമായിരിക്കും. ഹല്ലേലൂയ. എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല, ഒന്നും വിറ്റുകൊണ്ട് കൊടുക്കാനില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മളുള്ളത് കൊണ്ട് കഴിഞ്ഞു പോവുക. ഫ്രൈസറോ, കൊടുത്തിട്ടുള്ളവർ കാണും, ഞാനില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ നല്ല നീരുറവിയിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല വെള്ളം പോലെ, തെളിവുള്ള വെള്ളം പോലെ നല്ല മനസ്സുള്ള, നല്ല മനസ്സാക്ഷിയുള്ള, നല്ല ഹൃദയമുള്ള ബർന്നബാസിനെ പോലെയുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനകത്ത് യാതൊരു മടിയുമില്ല.
ബർന്നബാസിനെ പോലെ അന്യോന്യം പ്രബോധിപ്പിക്കാൻ യാതൊരു വിസമ്മതമില്ലാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾക്കകത്ത് ഹല്ലേലൂയ വളരെ മാധുര്യം നിറഞ്ഞതായിരിക്കും രക്തനിശ്ചയം. നമ്മുടെ വാക്കുകൾ. അതുകൊണ്ട് കൊലോസ്യലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പം വാക്കുകൾ എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള ആയുധമായി മാറരുത്. വാക്കുകൾ മൂർച്ചയുള്ള ഇരുവായത്തിലെ വാളുപോലെ മറ്റുള്ളവരുടെ ചങ്കിനകത്ത് കുത്തി തറയ്ക്കുന്നതായി മാറരുത്. ഉപ്പിന് അമ്മയല്ല രുചി കൊടുക്കാൻ കഴിയുന്ന പോലെ ഭക്ഷണസാധനങ്ങൾക്ക് ഉപ്പ് രുചി വരുത്തുന്ന നിങ്ങളുടെ വാക്കുകൾ തകർന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസകരമായിരിക്കണം. അന്യോന്യം പ്രബോധിപ്പിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ചില സഹോദരിമാരോട് സംസാരിക്കുമ്പോൾ അവരുടെ വായിലെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഓട്ടി ഒളിക്കാൻ തോന്നും. ഇന്നത്തെ ചില യുവാക്കന്മാരോട് സംസാരിച്ച് അവരുടെ വായിലെ വാക്കുകൾ കാണത്തില്ലേ, എന്താ ഹീനവും നീച്ചവും നികർഷമായ ദുർഗന്ധം വമിച്ച വാക്കുകൾ. അല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശണ്ടയിടുമ്പോൾ, മക്കളും അപ്പനും അമ്മായിമ്മയും തമ്മിൽ ശണ്ടയിടുമ്പോൾ, വീട്ടിൽ വീതം വെക്കുമ്പോൾ ഉണ്ടാകുന്ന വഴക്ക്, അയൽവാസികൾ തമ്മിലുണ്ടാകുന്ന വഴക്ക്, ചർച്ചിനകത്തെ പ്രശ്നങ്ങൾ അല്ലേ ദുർഗന്ധം വമിക്കുന്നതായി മാറി, നാറ്റം വമിക്കുന്നതായി മാറി. അല്ലേലിയ. പക്ഷെ കർത്താവ് എന്താണ് പറഞ്ഞത്? സഹോദരന്മാര്, നിങ്ങൾ തന്നെ ദയാപൂർവ്വം സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരും ആകുന്നു എന്ന് പൗലോസ് റോമൻ സഭയെ കുറിച്ച് പറഞ്ഞത്, റോമിലെ ജനത്തോട് പറഞ്ഞത് നമ്മളെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാകണം. അല്ലേലിയ. സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ചിലരൊക്കെ വാക്കുകൾ എന്തോ അസഭ്യമായി ചീത്തയാണ് വിളിക്കുന്നത്. പ്രൈസോ. തിയറി പറയുന്നതിനകത്ത് മനുഷ്യൻ PhD എടുത്തിരിക്കുക. അല്ലേലിയ. എല്ലാ മനുഷ്യർക്കും PhD ഉണ്ട് കേട്ടോ, റവറന്റാ, ഡോക്ടറാ. എന്തിനാണെന്നോ? തിയറി പറയാൻ. അത് പ്രത്യേകിച്ച് കോളേജിലൊന്നും പോകണ്ട. പ്രത്യേകിച്ച് കോളേജിലോ അതിനുള്ള സർവകലാശാലയൊന്നും അന്വേഷിച്ച് പോകേണ്ട, വിദേശ രാജ്യത്തും പോകേണ്ട തെറി പറയാനുള്ള PhD എടുക്കാൻ. അവനവന്റെ വീട്ടിൽ തന്നെ അത് കിട്ടും. അല്ലേ? അവനവന്റെ വീട്ടിൽ തന്നെ അതിനുള്ള PhD കിട്ടും. പ്രൈസലോ. അവൻ ഞങ്ങളുടെ വീട് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്ത ഒരു വീട് ഒരു ഭൂമിയിലില്ല. അവനവന്റെ വീട്ടിൽ തെറി പറഞ്ഞ് PhD എടുത്തിട്ടുള്ളവരാണ് ഈ ഭൂമിയിലെ സകല ജനങ്ങളും. ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെറുപ്പക്കാർ തന്നെയായിരുന്നു. ഞങ്ങളുടെ അച്ഛനൊക്കെ, ഞങ്ങളുടെ അപ്പനും അച്ഛനും ഒക്കെ അന്ന് പറയുന്ന തെറി എന്ന് പറഞ്ഞാൽ, അന്നത്തെ ഞങ്ങൾ കുട്ടികളല്ലേ, അത്ര പുളിച്ച തെറികളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലേ? എന്നെ പറയുന്ന കുഴപ്പമൊന്നുമില്ല. ഞാനത് കണ്ടുകിട്ട് വളർന്നുകൊണ്ട് പിന്നെ ഞാനൊക്കെ എന്ത് ചെയ്തു? അതേ സ്വഭാവക്കാരനായി മാറി. നിങ്ങളെല്ലാം ആ സ്വഭാവക്കാരാണ്. ഇനി അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം തന്നെ ഇരുന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, വചനം പറയുന്നത് നിങ്ങൾ ദയാപൂർണ്ണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ നിങ്ങൾ പ്രാപ്തരാകണം. നിന്റെ വാക്കുകൾ, നിന്റെ പ്രവൃത്തികൾ, നിന്റെ ഓരോ രീതികളും നല്ല തെളിവുള്ള നീരുറവിൽ നിന്നും ഒഴുകി വരുന്ന തെളിവുള്ള കണ്ണുനീർത്തുള്ളി പോലെയുള്ള വെള്ളം ഒഴുകി വരുന്ന പോലെ നിന്റെ വാക്കുകൾ തകർന്നിരിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം പകരുന്നതായിരിക്കണം. അല്ലേലൂയ. ചിലരൊക്കെ അങ്ങോട്ട് പൊളിച്ച വർത്തമാനാ പറയുന്നത്, തെറിയെന്നൊക്കെ പറയതേ. ഞാൻ പറഞ്ഞില്ലേ, അതിനൊന്നും ഒരു മനുഷ്യർക്ക് ഒരു കുറവും ലജ്ജയില്ല തെറി വിളിക്കുന്നതിന്. രക്തനിശ്ചയം. പ്രൈസലോ. നമ്മൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ മാനസാന്തരപ്പെട്ടെന്ന് മടങ്ങി വരുന്നു, അന്ന് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുത്തുള്ളൂ. പ്രൈസലോ. അപ്പൊ നിങ്ങൾ പറയും, ഞാൻ മാനസാന്തരപ്പെട്ടത് എനിക്ക് കോടികളുണ്ട്. പക്ഷെ അതെല്ലാം താൽക്കാലികമാകട്ടോ, താൽക്കാലികമാണ്. ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളത്. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നത് സ്വദേശികമായി പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലെ പോയപ്പോൾ നോക്കി, ഞാൻ കണ്ടില്ലെന്ന് സങ്കീർത്തനം 37:25 വായിക്കുകയാണ്. ദുഷ്ടൻ പ്രബലനായിട്ട് അങ്ങ് വളരും, സ്വദേശികമായി പച്ചവൃക്ഷം പോലെ തഴയ്ക്കും, അധികകാലം നിൽക്കത്തില്ലമേ. അല്ലേ? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ തലമുറയോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരായിരിക്കണമെന്ന്. രക്തനിശ്ചയം. നിന്റെ വാക്കുകൾ എത്ര കഠിനമായി എന്ന് നീ തന്നെ ചിന്തിച്ചു നോക്കുക. നിന്റെ അപ്പനോട് നീ സംസാരിക്കുന്ന, നിന്റെ അമ്മയോട് സംസാരിക്കുന്നതിൽ, നിന്റെ ഭർത്താവിനോട് ഭാര്യയോട് മക്കളോട് സംസാരിക്കുന്നതിനകത്ത്, നിന്നെ നടത്തുന്ന ഇടവകളുടെ ഇടയന്മാരോട് സംസാരിക്കുന്നതിൽ, ലേവിയ, നിന്നെ നടത്തുന്ന പാർശ്വ സംസാരിക്കുന്നതിൽ, പാർശ്വ വിശ്വാസിയോട് ഇടയന്മാർ വിശ്വാസിയോട് സംസാരിക്കുന്നെങ്കിൽ, കുടുംബത്തിനകത്ത് പരസ്പരമുള്ള സംസാരങ്ങൾക്കകത്ത്
അല്ലെങ്കിൽ അന്യോന്യം പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങൾക്കകത്ത് നീരുറ പോലെ തെളിവുള്ള വാക്കുകളാണോ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ ചോദന ചെയ്ത് നോക്കണം. രക്തം ചെയ്യും ലേലിയ. ഞാൻ എല്ലാവരോടും പറയും, എല്ലാ ദിവസവും സുവിശേഷം പറയുന്ന ആളാണ്. അപ്പൊ എല്ലാവരോടും പറയുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ മരണാനത്തിൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. ഞാൻ ചോദിച്ചു, അതെവിടാ സാധനം ആ സ്വർഗം? ആ അന്നേരം എന്ന് പറയും. പിന്നെ അവരെ അന്നേരം ഈ പഠിക്കുന്ന അന്നേരം എല്ലാവരും സ്വർഗത്തിൽ പോയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സൗകര്യം എന്ന് പഠിച്ചത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. അല്ലേ? സ്വർഗം എന്താ നരകം എന്താണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അന്യോന്യം പ്രബോധിപ്പിക്കാൻ നീ പ്രാപ്തനായിക്കൊണ്ട് ഗുണമുള്ള വാക്കുകൾ, ശ്രേഷ്ഠമായ ഇമ്പമുള്ള മധുരമുള്ള വാക്കുകൾ നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക മാത്രമല്ല, യേശു ക്രിസ്തുവിനാൽ നീ വീണ്ടും ജന്മം പ്രാപിക്കണം, മാനസാന്തരപ്പെടണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയുള്ളൂ. ഒരു മതത്തിനോ മത നേതാവിനോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ നിന്നെ നടത്തുന്ന ഒരുവനെ നിന്നെ സ്വർഗത്തിലേക്ക് അയക്കാൻ കഴിയില്ല. നിന്നെ ഹല്ലേലൂയ ഇവിടെ ഇട്ട് വട്ട് കറക്കും. ഹല്ലേലൂയ വട്ടത്തിൽ കറക്കും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ മാനസാന്തരപ്പെടണം. ഈ കാലഘട്ടം വല്ലാത്ത ദുരന്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുക. ശ്രോതാവേ, കാഹളം ധരിക്കാൻ സമയമായി. പ്രവചന പുസ്തകത്തിലെ ദൂതുകളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുക. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ശ്രുതികളും ഭൂകമ്പങ്ങളും സുനാമികളും മലവെള്ള പാച്ച് ഉൾപ്പെടലും മലയിടിച്ചുകളും പേമാരിയും കൊടുക്കാറ്റും ചുള്ളിക്കാറ്റ് ചക്രവാത ചുഴി എന്ത് വേണ്ട പലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മഹാവ്യാധികൾ നിന്റെ കുടുംബത്തിൽ തകർത്ത് കളഞ്ഞതിന് മുമ്പ് നീ മാനസാന്തരപ്പെട്ടോണം. പ്രവേശനം നിന്റെ കുടുംബത്തെ തകർത്ത് നിത്യ നരകത്തിലേക്ക് നീ എത്തുന്നതിന് മുമ്പ് നീ മാനസാന്തരപ്പെടും. നിത്യ നരകത്തിൽ നിന്റെ ബന്ധുക്കളല്ല ഇവിടെ കിടക്കുന്നത്. നീ നരകത്തിലേക്ക് നിന്റെ ബന്ധുക്കളല്ല കിടക്കുന്നത്. നരകത്തിൽ കിടക്കുന്ന മുഴുവൻ ദുഷ്ടന്മാരാ, പിശാചുക്കളാ. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവാ. നിന്റെ ജീവിതം, നിന്റെ കോടാനുകോടി യുഗങ്ങൾ നീ നരകത്തിൽ കിടന്ന് നരകയാതന അനുഭവിക്കും. അവിടെ നിന്ന് നിനക്ക് ഓടി ഒളിക്കാൻ ഒരിടവുമില്ല, രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ചാകാത്ത പുഴു, കെടാത്ത തീ എന്ന് പറഞ്ഞ് ചാകാത്ത പുഴു നിന്റെ കൂടെ കയറി ഇറങ്ങി തേളിന്റെ വാലിലുള്ള വിഷം പോലെ കടുത്ത വിഷമുണ്ടെന്നാണ് നമ്മൾ വേദവസം വായിക്കും പഠിക്കാൻ കഴിയുന്നത്. അതിനെ കുത്തി പരകേൽപ്പിക്കും. നീ മാനസാന്തരപ്പെട്ട് മടങ്ങുക. എന്റെ ഭവനത്തിനകത്ത് അന്യോന്യം പ്രബോധിപ്പിക്കണം. എന്താ അന്യോന്യം പ്രബോധിപ്പിക്കേണ്ടത്? ദൈവത്തെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച്, ആത്മാവിന്റെ ഫലം നിറഞ്ഞ നീ ദൈവത്തെക്കുറിച്ച് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ കാര്യങ്ങളല്ല സംസാരിക്കേണ്ടത്. ലോകം എന്തിനു ചെയ്യട്ടെ, നീ മാനസാന്തരപ്പെടണം. അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അവളിത് പറഞ്ഞു, ഇവളിത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ല. അങ്ങനല്ല. നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരാകണം. പൗലോസ് അതാ പറയുന്നത്. പൗലോസ് പറഞ്ഞ പരിശുദ്ധാത്മാവ് അതാ പറയുന്നത്. യേശു അതല്ലേ കാണിച്ചു തന്നത്. ഹല്ലേലൂയ. ഏറ്റവും നല്ല പ്രബോധിപ്പിക്കാൻ പ്രാപ്തനായിരുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമി നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയത്. ആ യേശു മരിച്ച് കല്ലറയ്ക്കകത്ത് അങ്ങ് ഒതുക്കി വെച്ചിരിക്കുകയല്ല ഇന്നും. ഹല്ലേലൂയ. മറ്റേ ഈജിപ്തിലൊക്കെയുള്ള മിസ്രൈമിലുള്ള ഹല്ലേലൂയ ആ പിരമിഡുകൾക്കകത്തും അന്നത്തെ ശവങ്ങളൊക്കെ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്ന പോലെ യേശുവിനെ അങ്ങനെ ഒതുക്കി വെച്ചിട്ടില്ല. യേശു കല്ലറകളെ ഭേദിച്ചുയർത്തി നിട്ട് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മദ്ദിച്ച് ചെയ്യുന്ന നമ്മൾ അങ്ങോട്ടങ്ങ് ചെല്ലണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അപ്പം ബർന്നബാസ് നല്ല മനുഷ്യൻ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവൻ, പ്രബോധനപുത്രൻ എന്ന് പേർ വിളിച്ചവൻ. ഹല്ലേലൂയ. അവൻ ഉണ്ടായിരുന്നതൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചവൻ. ഹല്ലേലൂയ. നല്ല സാക്ഷ്യം കൊണ്ടവൻ. ഹല്ലേലൂയ. ബർന്നബാസ്. നമുക്കങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ? രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും നമ്മൾ കർത്താവിനോട് ചേർന്ന് വസിക്കണം, യേശുവിനോട് ചേർന്ന് നടക്കണം. മഴ പെയ്യുമ്പോൾ നിങ്ങളൊരു കുടക്കീഴിൽ ആശ്രയം പ്രാപിക്കുമല്ലോ. മഴ പെയ്യുമ്പോൾ കുട ആവശ്യമാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? മഴ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കുടയെടുത്ത് നമ്മുടെ ബാഗിൽ വെക്കും. മഴ പെയ്താൽ അപ്പോൾ തന്നെ കുട ചൂടി നടക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ നിന്റെ ജീവിതയാത്രയിൽ മുഴുവൻ കർത്താവിനോട് കൂടെയുള്ള കർത്താവിന്റെ കരത്തിൻ കീഴിലായിരിക്കണം നീ യാത്ര ചെയ്യുന്നത്.
എനിക്ക് തോന്നുന്നു മഴ പെയ്യുമ്പം കുട ചൂടാൻ പഠിച്ചത് തന്നെ വേദപുസ്തകത്തിൽ ഒരു വാക്യമാണെന്ന് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. നിങ്ങൾ ദുരുപദേശമാണെന്നും വ്യാജമാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയോ വ്യാഖ്യാനിക്കുകയൊന്നും ചെയ്യണ്ട. ഞാൻ അതൊന്നും പറയും, എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ. ഈ മഴ പെയ്യുമ്പോൾ കുട ചൂടാൻ വേണ്ടിയിട്ട് അതിന്റെ മാതൃക കാണിച്ച് നമ്മുടെ കർത്താവ് എന്ന് പറയാൻ കാരണം 91 സങ്കീർത്തനം 1 വാക്യം എന്നാണ് വായിക്കുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നവരാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൽ പാർക്കുക. കാറ്റ് വന്നാലും മഴ വന്നാലും കോട് വന്നാലും കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും ചുഴലിക്കാറ്റ് വന്നാലും നമ്മളിവിടെ അത്യുന്നതന്റെ മറവിലാണ്, സർവശക്തന്റെ കീഴില്ല. മഴ പെയ്യുമ്പോൾ ഒരു കുടയുടെ കീഴിൽ ആശ്രയം പ്രാപിക്കുന്ന പോലെ നമ്മളിവിടെ കർത്താവിന്റെ കരത്തിന് കീഴിലായിരിക്കണം, ആ മറവിലായിരിക്കണം. പ്രൈസലോ. അപ്പം ഈ ഇന്നത്തെ കാലത്ത് കുട ചൂടുമ്പോഴൊക്കെ ഞാൻ ആ വാക്യം ഓർക്കും. ഇതൊക്കെ കർത്താവ് പണ്ടമേൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. മനുഷ്യൻ സാലുയ ദയാകൊണ്ട് സകല ജ്ഞാനവും നിറഞ്ഞവനായി മാറിയപ്പം അവൻ മനുഷ്യർ ഓരോന്ന് കണ്ടുപിടിച്ചു. രക്തം വേദപുസ്തകത്തിൽ പറയാത്ത, സത്യവേദപുസ്തകത്തിൽ പറയാത്ത ഒരു കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ഭൂമിയിലില്ല കേട്ടോ. മനുഷ്യന്റെ സ്വന്തം ഇഷ്ടം കൊണ്ടും കഴിവുകൊണ്ടും ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും ഒരുത്തിനും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം കൊടുത്ത ജ്ഞാനം കൊണ്ടാണ്. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മളൊക്കെ ഈ ഭൂമി താൽക്കാലിക ജീവിതക്കാരാ. അങ്ങ് കള്ളു കുടിച്ച് വെളിവില്ലാതെ സുബോധം നഷ്ടപ്പെട്ട് നടക്കുന്ന കാലഘട്ടം ഓരോരുത്തർക്കും ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ കള്ളു കുടിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ചെറുപ്രായത്തിൽ 36 വയസ്സ്, എന്റെ ചെറുപ്രായം തൊട്ട് 36 വയസ്സ് വരെ കള്ളു കുടിച്ച് കള്ളില് തന്നെ ജീവിച്ചയാളാണ്. അവസാനം എനിക്ക് പണ്ടൊക്കെ ആൾക്കാർ ഒരു ചായ എടുത്ത് കുടിക്കാൻ പറ്റും. ഞങ്ങളുടെ നാട്ടില് ഒരു ചായക്കടക്കാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. മുതുകാട്ടിൽ അപ്പി എന്ന അദ്ദേഹത്തിന്റെ പേര്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ഞാൻ രാവിലെ ചായ കുടിക്കാൻ ചെല്ലുന്നേ. രാവിലെ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം എനിക്ക് നല്ല ഡബിൾ സ്ട്രോങ് ചായ എടുത്തുകൊണ്ട് എന്നിട്ട് പറയും, നിനക്ക് കൈകൊണ്ടെടുത്ത് കുടിക്കാൻ പറ്റത്തില്ലോടാന്ന് പറയും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയായിരുന്നു. നിങ്ങൾ എൻ്റെ നാട്ടിൽ അന്വേഷിച്ചതൊക്കെ പറയും. പക്ഷേ ഞാൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ, യേശുവിനെ അറിഞ്ഞപ്പോൾ ദയാപൂർണ്ണ സകല ജ്ഞാനവും നിറഞ്ഞവനായി അന്യോന്യം പ്രബോധിപ്പിക്കാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ 2 കൈ കൊണ്ട് ചായ എടുത്ത് കുടിക്കാൻ എനിക്കിപ്പം മറ്റൊരാൾ ആശ്രയം വേണ്ടെന്ന്. അന്ന് ഞങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കുന്നു പറഞ്ഞ ഒരിക്കലും നല്ല വാക്കുകൾ പറഞ്ഞു, ചീത്ത മാത്രമാണ് പറയുന്നത്. അസഭ്യ വാക്കുകൾ പറയുവാൻ. ഹല്ലേലൂയ. അതായിരുന്നു ഞങ്ങളുടെ ജീവിതം. പക്ഷെ ദൈവം എന്നെ അതിൽ നിന്ന് മാറ്റിയെടുത്തത് ഓർത്ത് കഴിയുമ്പോൾ ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം പറഞ്ഞാലും മതിയാകത്തില്ല. എന്നെയൊക്കെ ദൈവം വിടിവിച്ചത് ഓർത്താൽ എന്റെ കർത്താവിന് കോടാനുകൂടി സ്തോത്രം പറഞ്ഞാലും മതിയാകത്തില്ലെന്ന്. അത്രമാത്രം പാതാളത്തിൽ നിന്നാണ് ദൈവം എന്നെ പൊക്കിയെടുത്തത്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ഞാൻ കുന്നംകുളത്ത് ചെന്നപ്പോൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയ്ക്കായി പോയതാ, എൻ്റെ സഭാവിശ്വാസികളുടെ. അപ്പൊ അടുത്ത വീട്ടിലെ കിണറ്റിനകത്ത് അവരുടെ വെള്ളം കോരുന്ന തൊട്ടി ബക്കറ്റ് കണ്ടിപ്പോയി. കിണറിന് ആഴമുള്ളതാ, വെയിൽവെട്ടം വരാത്തതുകൊണ്ട് അടിയിൽ കിടക്കുന്ന ബക്കറ്റ് കാണാൻ കഴിയത്തില്ല. എടുക്കാൻ വളരെ പരിശ്രമിക്കുക. ഹല്ലേലൂയ. അപ്പൊ എന്റെ ചർച്ചിലെ വിശ്വാസി പെട്ടെന്ന് എവിടെന്ന് വെച്ചൊരു പാതാളക്കരണ്ടി മേടിച്ചുകൊണ്ട് വന്നിട്ട് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അത് എടുക്കാൻ പറ്റുന്നില്ല. ഇരട്ട് കൊണ്ട് മൂട്ടിക്കിടക്കുക പാതാളക്കരണ്ടി. അങ്ങനെ പലരും വന്ന് ഒരു പാസ്റ്ററും വന്ന് പാതാളക്കരണ്ടി കൊണ്ട് തൊട്ടിയെടുക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇതൊന്ന് ഉടക്കി കിട്ടണ്ടേ. അപ്പൊ ഞാനവിടെ നിന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ തെളിവുള്ള വെള്ളം കോരിക്കൊണ്ടിരുന്ന ബക്കറ്റ് കയർ പൊട്ടി കിണറ്റിൽ അടിയിൽ ചെന്ന് ഇരട്ടിക്കിടക്കുന്ന പോലെ ഇന്ന് പാതാളക്കരണ്ടി കൊണ്ട് അതിനെ പൊക്കിയെടുക്കാൻ നോക്കിയിട്ടും കഴിയാത്ത വിധത്തിൽ ആ തൊട്ടി മറഞ്ഞു കിടക്കുന്നത് പോലെ ആയിരുന്നല്ലോ കർത്താവേ എൻ്റെ ഇവിടെ നിൽക്കുന്നവരുടെ ജീവിതം. പാപത്തിന്റെ പാതാളക്കുഴിയിൽ വീണ് കിടന്നിട്ട് ആ പാതാളക്കുഴിയിൽ കയറുവാൻ കഴിയാതെ ഈ തൊട്ടി പാതാളക്കരണ്ടി കൊണ്ട് പൊക്കിയെടുത്ത് അങ്ങനൊരു ജന്മം നമുക്ക് തന്നെങ്കിൽ നമ്മൾ ഈ പാപമാകുന്ന പാതാളക്കുഴിക്കകത്ത് വീണ് കിടന്നപ്പോഴേ നമ്മളെ ഉയരുന്ന കൈനീട്ടി പൊക്കിയെടുത്തത് ആരാന്നറിയോ? നമ്മുടെ കർത്താവാ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണിപ്പെടുമ്പോൾ ഞാൻ ദൈവത്തിനൊക്കെ നന്ദി പറയും. കർത്താവ് ഇതുപോലെ പാതാള കുഴി വീണ് കിടന്ന്, പാപത്തിന്റെ പാതാളക്കുഴി വീണ് കിടന്നതായിരുന്നില്ല എന്നെ എവിടുന്ന് ഈ പാതാളക്കരണ്ടി കൊണ്ട് ഈ ബക്കറ്റ് പൊക്കിയെടുക്കുന്നത് പോലെ അവിടെ ഉയരത്തെ കൈനീട്ടി എന്നെ പെരുവെള്ളത്തിൽ വലിച്ചെടുത്തല്ലോ എന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറയാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? സഹോദര, എത്ര കാലമായി നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം അനുഭവിച്ചിട്ട്
നിന്റെ ഭാര്യയോടും മക്കളോടും ചേർന്ന് ആഹാരം കഴിച്ചിട്ട് എത്ര നാളായി? നിന്റെ മക്കളെ നീ സ്നേഹിച്ചിട്ട് എത്ര കാലമായി? നിന്റെ ഭാര്യയോട് നല്ല വാക്ക് സംസാരിച്ച് എത്ര നാളായി? ലേലിയ ഒരു സഹോദരിയോട് കരഞ്ഞുകൊണ്ട് പറയാ, കണ്ണുനീരോടെ, അല്ലുയ, എന്റെ പാസേ ഭർത്താവ് ഞാനുമായിട്ട് മിണ്ടത്തില്ല, ഒരു വീട്ടില മിണ്ടത്തില്ല, എന്നോട് സ്നേഹം മിണ്ടത്തേയില്ല, എന്തു പറഞ്ഞാലും ദേഷ്യമാണ്. അല്ലേലിയ, എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹത്തെ, അദ്ദേഹത്തെ ആരെയും പറയുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ എൻ്റെ ഭർത്താവിനെ എത്ര സ്നേഹം, എന്നെ സ്നേഹിക്കുന്നില്ല. അല്ലേലിയ, അങ്ങനെ ചില വീടുകളൊക്കെ കയ്പ് നിറഞ്ഞ കുടുംബങ്ങൾ, സ്വന്തം ഭാര്യയോടും വേണ്ടിയിട്ട് എത്ര കാലമായി, സ്വന്തം ഭർത്താവിനും വേണ്ടിയിട്ട് എത്ര കാലമായി, സ്വന്തം അമ്മയോടും അപ്പനോടും വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് നീ എത്ര കാലമായി? ലേലിയ, ഇന്ന് നീ കുടുംബത്തിനകത്ത് കലഹമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, നിന്റെ ജീവിതത്തിനകത്ത് പിശാചി പ്രവർത്തിക്കുകയല്ലേ? നിന്റെ അപ്പനോടും അമ്മയോടും നിന്റെ സഹോദരങ്ങളോടും ഭാര്യയോടും മക്കളും അന്യോന്യം പ്രബോധിപ്പിക്കാൻ നീ പ്രാപ്തനായി മാറണം. അല്ലേലൂയ, സ്തോത്രം. ചില ആളുകൾക്ക് മദ്യം അടിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഭാര്യ ഭയങ്കര സ്നേഹമാണ്. മദ്യം അടിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഭാര്യയെ പിടിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും, ചക്കരയെന്നും പാലയെന്നും മോനെന്നും ഒക്കെ അങ്ങ് വിളിക്കും കേട്ടോ. അല്ലേ? ആ മദ്യം തീർന്നു കഴിയുമ്പോൾ പിന്നെ വായിൽ അങ്ങോട്ട് സരസത അങ്ങോട്ട് പുളിച്ച തേറി അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാനൊരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസലോ, രക്തം ചെയ്യാം, മാനസാന്തരപ്പെടണം. ചില മക്കൾ അപ്പനമ്മമാരെ വിളിക്കുന്ന തെറി കേട്ട് കഴിഞ്ഞാൽ എന്താ, ഞാനതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വിശ്വാസത്തിലുള്ള വീട്ടിൽ തന്നെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്വഭാവി, നമുക്ക് താൽക്കാലിക ജീവിതമാണ്. അല്ലേ? നിന്റെ സഭയിലെ വിശ്വാസികളോട് നീ ശരിയായ രീതിയിൽ വേണ്ടിയിട്ട് എത്ര കാലമായി? നിന്റെ വിശ്വാസത്തിനൊക്കെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ സഭയിൽ ഫുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ദാസനെ നിന്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികളോട് അന്യോന്യം പ്രബോധിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ദൈവിക ദൂതർ മനസ്സ് കലങ്ങിയിരിക്കുന്ന, ഹൃദയം കലങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ കടന്നു വരുന്നവർക്ക് സ്നേഹത്തിന്റെ പ്രബോധനം കൊടുത്തുന്നതിനൊക്കെ അവർ പറഞ്ഞയക്കാൻ കഴിയുന്നുണ്ടോ? ഏരിയ ഇപ്പൊ സഭകൾക്കകത്ത് മുഴുവൻ അടിയ, സഭകൾക്കകത്ത് മുഴുവൻ ഗുണ്ടായുസമാണ്. ഇപ്പം പുറത്തല്ല ഗുണ്ടായുസം, കൊട്ടേഷനൊന്നും പുറത്തല്ല. നീ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഏത് ഡിനോമിനേഷൻ നിങ്ങൾ എടുത്ത് പരിശോധിക്കും, കേരളത്തിലെ ഡിനോമിനേഷനുകൾ വേർപെട്ട കൂട്ട ഡിനോമിനേഷൻ ഇനി മറ്റുള്ളവരെടുത്ത് നോക്കിയാട്ടാ എവിടെ ഗുണ്ടായുസം എന്ന് പറഞ്ഞാൽ ഇപ്പം പുറത്തല്ല. നമ്മൾ പറയും അവൻ ഭയങ്കര ഗുണ്ടയെ, അവനോട് അടുക്കരുത്, അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ് നമ്മൾ പുറത്തുള്ളവരെ നോക്കി പറയും. അല്ലേ? അങ്ങനല്ലേ? അതെ, അങ്ങനെ തന്നെ. പുറത്തുള്ളവർ അയ്യോ അവനോട് അടുക്കരുത് കേട്ടോ, അവന് മിണ്ടരുത്, നീ അവനോട് കൂട്ടുകൂടാൻ ഭയങ്കര ഗുണ്ടയാ, അവൻ ഭയങ്കര ഗുണ്ടയാ, അവനങ്ങനെ. നിന്റെ സഭയ്ക്കകത്തോട്ട് നോക്ക്. നീ നിൽക്കുന്ന ഡിനോമിനേഷൻ എന്ന് നിൽക്കുക, അതിനെക്കാട്ടി വലിയ ഗുണ്ട നിന്റെ സഭയ്ക്കകത്ത് നിൽക്കുക. നീ നിൽക്കുന്ന കൂട്ടത്തിനകത്ത് നിൽക്കുക. വലിയ ഗുണ്ടായിസ റൗഡി. അങ്ങോട്ട് ഈ വെള്ളയുടുപ്പും പാൻറ്റും ഒക്കെ ഇട്ടെന്നുള്ളേ ഉള്ളൂ. വെള്ള പാൻറ് വിട്ട് ഇറക്കമുള്ള ജൂബയൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നത് കൊണ്ട് ഭക്തനൊന്നും അല്ല കേട്ടോ. ഗുണ്ട സംസാരം സോഷ്യൽ മീഡിയ കൂടെ കേൾക്കുന്നില്ലേ? സോഷ്യൽ മീഡിയ കൂടെ ചില സമുദായങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിശ്വാസികൾ അവിടുത്തെ വികാരിയച്ഛനെ വിളിക്കുന്നത് കണ്ടിട്ടില്ലേ? നാളെ വികാരിയച്ഛൻ തെരു പറയുന്നത് ഞാൻ കണ്ടു. അല്ലേ? ഈ കഴിഞ്ഞ ഒരു വികാരിയച്ഛൻ അമ്മ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം വാക്കുകൾ മുട്ടുമ്പോൾ തെറി പറയാനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പറയും ഇനി ഞാനൊന്നും പറയുന്നില്ലെന്നാ പുള്ളി പറയാ. എന്താ ഇങ്ങനെയൊക്കെ പറ്റുന്നേ? അതിന് ക്രൈസ്തവ സമൂഹത്തിലായിരുന്നാലും, പെന്തക്കോസിലായിരുന്നും, ഇസ്ലാമിലായിരുന്നാലും, ഹിന്ദുക്കളായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഇതിന്റെ നടുവിലെ പരിശുദ്ധാത്മാവ് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണനും സകല ജ്ഞാനവും നിറഞ്ഞൊരു അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരുമാകണം എന്ന് ഈ കാലഘട്ടത്തിലുള്ള ജനത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതാണ്. ഹല്ലേലൂയ. കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം ഒരു സ്വർഗമല്ലേ? ഹല്ലേലൂയ, രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രശ്നം ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതം താൽക്കാലികം. എത്ര കാലം കിട്ടുന്നില്ല നമുക്ക് ഉറപ്പുണ്ടോ? എത്ര കാലം കിട്ടുന്നതിൽ ഉറപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് കാണുന്നവനെ നാളെ കാണത്തില്ലെന്ന്, ഇന്ന് കാണുന്നവനെ നാളെ കാണും. ഇന്ന് നമ്മൾ കണ്ട് സംസാരിച്ച് ഇന്ന് തോളിൽ കൈയിട്ട് നടന്നവൻ ഒരു പാത്രത്തിൽ ഭക്ഷണം ഒരു കടയിൽ ഇത് ചായ കുടിച്ചവന്റെ കുറിച്ച് നാളെ കേൾക്കുന്നവൻ ഭരിച്ചെന്നാ. അങ്ങനത്തെ കാലഘട്ടം ഇപ്പം നിൽക്കുന്നത്, അങ്ങനത്തെ സാഹചര്യം നമ്മൾ എത്തി നിൽക്കുന്നത്. മരണം ഏത് നിമിഷവും നമ്മോട് കൂടെയുണ്ട്. മരണം നമ്മോട് കൂടെ യാത്ര ചെയ്യുന്നുണ്ട്.
അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ഭൂമി ജീവിക്കുമ്പോൾ ആർക്കും നീ ദോഷം ചെയ്യാതെ, ആർക്കും നീ ഉപദ്രവം ചെയ്യാതെ, ആരെയും വേദനിപ്പിക്കുന്ന വാക്ക് പറയാതെ, ആർക്കും ഇതിലെ ദൂഷണം പറയാതെ, പരദൂഷണം പറയാതെ, ആരും ചെടിവാരി അറിയാതെ, ആർക്കും നേരെ പരിഹാസമായ അസഭ്യ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് അവർക്ക് നേരെ പ്രശ്നം സൃഷ്ടിക്കാതെ നീ മറ്റുള്ളവരെ അന്യോന്യം പ്രബോധിപ്പിക്കാൻ നീ പ്രാപ്തനായിരിക്കണം, പ്രാപ്തിയുള്ളവളായിരിക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ, രക്തം ചെയ്യും. അല്ലാതെ വെട്ടൊന്നും മുരണ്ട്. എന്നെ പറഞ്ഞാൽ ഞാൻ പറയും, എന്നെ അടിച്ചാൽ ഞാൻ അടിക്കും, എന്നെ തൊഴിച്ചാൽ ഞാൻ അടിക്കും, ഞാൻ അവക്കിട്ട് 2 കൊടുക്കും, അവൻട്ട് 2 കൊടുക്കും, ഞാൻ കാണിച്ചു തരാം, ഞാൻ അങ്ങോട്ട് വരട്ടെ. എൻ്റെ സ്വഭാവം നിനക്കറിയാമോ? ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ഏത് വീട്ടിലാണ്? എൻ്റെ അപ്പനപ്പന്മാർ ആരാന്നറിയും. നീ ആരാന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? നീ ഏത് കൊമ്പത്തെ ആയിരിക്കും, പക്ഷെ നീ പുഴുവാ. നീ എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും നീ 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 കൃമിക്കിരയായി പോകാനുള്ളവനാ. പിന്നെ നീ അങ്ങ് കൊമ്പത്തെയാണെന്ന് പറയുന്നത്. നിനക്ക് തലേ കൊമ്പൊന്നുമില്ല. തലേ കൊമ്പുണ്ടായിരുന്ന പിശാചാന്ന് പറഞ്ഞാൽ ലേരിയ കൊമ്പ് വെച്ച് പിശാചെന്ന് പറയും. അങ്ങനെയൊക്കെ ചെല്ലോ ഞാൻ ആരാണെന്നോ, ഞാൻ ആരാ? നീ ആരാ? നീ ഒരു മനുഷ്യനാണ്. നീ ഒരു മനുഷ്യനായി മാറും. അതുകൊണ്ടാണ് 49-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. നിനക്ക് മാനമൊക്കെ ദൈവം തന്നു. ഈ ദയാപൂർണ്ണം ജ്ഞാനമുള്ളവരും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അന്യോന്യം പ്രബോധിപ്പിക്കാൻ നിന്നെ പ്രാപ്തനാക്കി ദൈവം ഭൂമിയിൽ അയച്ചതാ, ഭൂമിയിലേക്ക് നിന്നെ സൃഷ്ടിച്ചതാ. പക്ഷെ നീ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നീ അഹങ്കാരിയായി മാറി, അഹങ്കാരമുള്ളവനായി മാറിയിട്ട് ഇപ്പൊ നീ മാനത്തോടിരുന്ന് ഇപ്പൊ നീ നശിച്ചു പോകുന്ന മൃഗത്തിന്റെ സ്വഭാവമാണ് നിന്റെ രീതി. ഹല്ലേലൂയ. മാനസാന്തരം മടങ്ങി വന്നേ. നിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ ശാപത്തെ മാറ്റി, പാപത്തെ മാറ്റി, നിന്റെ ബന്ധനങ്ങളെയൊക്കെ മാറ്റിയിട്ട് നിന്റെ തലമുറ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ അനുഗ്രഹം പ്രാപിപ്പാൻ യേശുവിന്റെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ശുശ്രൂഷ കണ്ടു കേട്ടോ. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ഒരു മെസ്സേജ് ഒരു ബൈബിൾ വചനം പോസ്റ്റ് ഇട്ടേച്ച് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഒരു ചർച്ചിനകത്ത് ഭയങ്കര മീറ്റിംഗ് നടക്കുക. ഒരു ചർച്ചിനകത്ത് ഭയങ്കര മീറ്റിംഗ്. ദൈവവചനം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടില്ല. ദൈവവചനം പ്രസംഗിക്കുന്നത് കേട്ടേയില്ല. അദ്ദേഹം ഭയങ്കര കിടന്ന് കാറി ഒച്ചവൊക്കെ, ഭയങ്കര ആലമ്പുറയിട്ട് കാറുക. ഈ വീടിന് തീ പിടിക്കുമ്പോൾ, കടയ്ക്ക് തീ പിടിക്കുമ്പോഴൊക്കെ വലിയ അപകടം ഉണ്ടാവും. ആരെയൊക്കെ കണ്ടിച്ചാടും, വെള്ളത്തിൽ പോകുമ്പോൾ അവിടെ കിടന്ന അലറി കരയുന്നത് കേട്ടില്ല. അലറി കാറുന്ന പോലെ ഒരു ദൈവദാസ ഈ മൈക്കും എടുത്തുകൊണ്ട് സ്റ്റേജ് മുഴുവൻ അലറി കാറും. വായിച്ചിട്ടവരൊക്കെ ഒരുപാട്. അവരെല്ലാം അന്നാരതിനോ കൂട്ടത്തിലും കാറുക. കുറെ പെണ്ണുങ്ങളുണ്ടാകും കാറാൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുക. ചുമ്മാ പാസ് കിടന്ന് അലറി കാറുന്ന കേൾക്കുമ്പോഴത്തേന് ഈ പെണ്ണുങ്ങളും ആണുങ്ങളോട് എന്ത് ചെയ്യുക? അലറി കാറി നെടുവിളിയാ കൂവുന്നത് പോലെ അങ്ങ് കൂവുക. നിങ്ങളെ വീഡിയോ കണ്ടല്ലോ അല്ലേ? കാണണം. ഇനി ഞാനത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലും അതൊക്കെ ഞാൻ പറയും. എന്നെ എന്ത് ചീത്ത വിളിച്ചാലും കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നവരാന്ന് ഞാൻ പറയാറുണ്ടല്ലോ. എനിക്കത് പ്രശ്നമൊന്നുമല്ല. പക്ഷേ നിന്നെ ദൈവം വിളിച്ചു വേർതിരിച്ച് കർത്താവായ യേശുക്രിസ്തു നിന്നെ പാപത്തിന്റെ പാതാളത്തിൽ നിന്ന് നിന്നെ ദൈവം വിളിച്ചു വേർതിരിച്ച് നിന്നെ ദൈവസനി നിർത്തിയത് നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ നീ പ്രാപ്തനുമാകണം. നിന്റെ മുമ്പിൽ വരുന്നവരെ നീ കാറി കൂവി ഒച്ചയുണ്ടാക്കി ഇളക്കി അവരെല്ലാം കൂടെ ചില നാടകത്തിൽ അഭിനയിക്കുമ്പം അങ്ങ് വീഴുന്നത് പോലെ അങ്ങ് ഒന്നിച്ച് കെട്ടിമറിഞ്ഞ് അങ്ങ് വീഴുക. ആ വീണ കൂട്ടത്തിൽ ആണും വീഴുന്നു, പെണ്ണും വീഴുന്നു, എല്ലാം കൂടെ ഒന്നിച്ച് വീട് കിടക്കുക. അല്ലേ എന്ത് രസം! അല്ലേലൂയ. ലജ്ജ തോന്നുന്നു കേട്ടോ, ലജ്ജ തോന്നും. നമ്മുടെ കർത്താവ് എന്താ പഠിപ്പിക്കുന്നത്? ലേഖനങ്ങളിൽ അങ്ങനെങ്കിലും ഒരു ശുശ്രൂഷ നിങ്ങൾ കണ്ടിട്ട് അപ്പോസ്തല പ്രവർത്തിക്കകത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാരും അപ്പോസ്തലനായി പൗലോസ് അടക്കമുള്ളവരുടെ ശുശ്രൂഷയ്ക്കകത്ത് അപ്പോസ്തല പ്രവർത്തന ചരിത്ര പുസ്തകമാണല്ലോ, പുതിയ നിയമത്തിലെ ചരിത്രമല്ല. ആ ചരിത്ര പുസ്തകത്തിനകത്ത് എവിടെയെങ്കിലും ഇങ്ങനത്തെ ശുശ്രൂഷകൾ കണ്ടിട്ടുണ്ടോ? കാറി കൂവി എല്ലാവരും കെട്ടിമറിഞ്ഞ് വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാത്രമല്ല പൗലോസിന്റെ ലേഖനങ്ങൾക്കകത്ത്, പത്രോസിന്റെ ലേഖനങ്ങൾ, യോഹന്നാന്റെ ലേഖനങ്ങൾക്കകത്ത് ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊന്നും കാണാത്ത കാര്യങ്ങൾ പലതും ഈ കാലഘട്ട സഭയ്ക്കകത്ത് കൊണ്ടുവരിക.
അന്യോന് പ്രബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചത്. എന്തോ പ്രബോധനം? ദൈവത്തിന്റെ വചനം, രക്ഷയുടെ സന്ദേശം, മാനസാന്തര സന്ദേശം. പാപത്തിൽ വീട് കിടക്കുന്ന മനുഷ്യനെ പാപത്തിന് വിടുവിച്ച് എൻ്റെ കുടുംബത്തിനകത്ത് സമാധാനം കൊടുക്കുന്ന, സ്നേഹം പകരുന്ന യേശുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് പറയാൻ, അന്യോന്യം പ്രബോധിപ്പിക്കാൻ, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന, രോഗത്തിലൂടെ കടന്നു പോകുന്ന, ഭാരത്തിലൂടെ കടന്നു പോകുന്ന, വ്യാധിയിലൂടെ കടന്നു പോകുന്ന, കടക്കിണിയാൽ, ഞെരുക്കത്താൽ മരണം മാത്രം മുമ്പിലുള്ളൂ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരോട് ചെന്ന് ദൈവത്തെ, കർത്താവിനെ കുറിച്ച് പ്രബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മെ ദൈവം പ്രാപ്തരാക്കിയത്. ഹല്ലേലൂയ. രക്തം ചെയ്യാം. നമ്മുടെ ശുശ്രൂഷയെ നമ്മൾ തകർക്കരുത്. ഹല്ലേലൂയ. മുമ്പ് ശൗലായിരുന്നവൻ പിന്നീട് കർത്താവിനെ ദമസ്കോസ് പടിക്കൽ വെച്ച് തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ പൗലോസായി മാറി. മുമ്പ് പുള്ളി സാവൂള് അല്ലെങ്കിൽ ശൗല്, ആ മനുഷ്യനെ ദൈവം അങ്ങ് ദമസ്കോസ് പടിക്കൽ വെച്ച് തൊട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ പേര് മാറ്റി പൗലോസ് എന്നായി. ആ പൗലോസിനെ ദൈവം പിന്നീട് ഉപയോഗിച്ച് പൗലോസിന്റെ വായിൽ കൂടെ വന്ന വാക്കുകൾ, മറ്റുള്ളവർ പ്രബോധിപ്പിച്ച വാക്കുകളെല്ലാം നമുക്ക് അനുഗ്രഹമായി മാറിയില്ലേ? ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നമുക്ക് വായിച്ച് ഗ്രഹിക്കാൻ കഴിയാതിരുന്ന വചനത്തിന്റെ സത്യത്തെ, സ്വർഗരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തിന്റെ മർമ്മത്തെക്കുറിച്ച്, മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച്, മനുഷ്യന്റെ മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, മനുഷ്യൻ ഭൂമി ജനിച്ചു അവന്റെ ജനനം മുതൽ ആ മരണം മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രബോധിപ്പിക്കുവാൻ വേണ്ടി അല്ലേ ദൈവം നമുക്ക് ഈ ജ്ഞാനവും ഈ ദയാപൂർണരൊക്കെ ആക്കി നമ്മളെ മാറ്റി. അതുകൊണ്ട് നമ്മൾ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരായിരിക്കണം. അല്ലേ? എങ്കിലേ ഈ ദൈവജനോത്സവമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ജനത്തെ മുഷിപ്പിച്ച്, ജനത്തെ ബോറടിപ്പിച്ച്, അല്ലേ? നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം. അല്ലേ? അപ്പം പൗലോസ് എന്ത് ചെയ്തു? ഒരു ദയാപൂർണനായി മാറി. ബർണബാസ് ഒരു ദയാപൂർണനായി മാറിയതുപോലെ, പൗലോസ് ഒരു ദയാപൂർണനായി മാറിയതുപോലെ, പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച് വളരെ അപകടകരമായ രീതിയിലൂടെ പൗലോസ് യാത്ര ചെയ്ത് മരണം പോലും പലപ്പോഴും മുമ്പിൽ കണ്ട മൃഗയുദ്ധം എന്ന് പറഞ്ഞ മരണത്തിന് സമാനമായ വിഷയത്തിലൂടെ കടന്നുപോയി. അല്ലെങ്കിൽ പല സന്ദർഭം കഠിനമായ ഉപദ്രവത്തിലൂടെ കടന്നുപോയ പൗലോസ് ആ സമയങ്ങളിൽ ദയാപൂർണനായി ഇരുന്നുകൊണ്ട് കർത്താവ് തന്നോട് കൂടിയിരുന്ന് സംസാരിപ്പാൻ പൗലോസ് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പൗലോസിനെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് പൗലോസിനെ എന്ത് ചെയ്തു? കർത്താവ് ദയാപൂർണനും സകല ജ്ഞാനത്തിനും തികഞ്ഞവനാക്കി മാറ്റി. അന്യോന്യം പ്രബോധിപ്പിക്കാൻ പൗലോസിനെ ദൈവം യോഗ്യനാക്കി മാറ്റി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ആ അനുഭവത്തിലേക്ക് വരണമെന്നേ. നമ്മൾ അനുഭവത്തിലേക്ക് വരണം. നമ്മളീ കുറച്ച് അല്ലെങ്കിൽ പ്രവചനദൂത് കേൾക്കുന്നതൊക്കെ നല്ല പ്രവചനം തുച്ഛീകരിക്കുന്ന, നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കണമെന്ന് 1 തെസ്സലോനിക്ക ലേഖനം അല്ലെങ്കിൽ 5:14 തൊട്ട് അങ്ങോട്ട് വായിച്ചാൽ കാണാൻ കഴിയും. പക്ഷേ നമ്മൾ ആ പ്രവചനത്തിന് അഡിക്റ്റായി മാറരുത്. പ്രവാചകന് അഡിക്റ്റായി മാറരുത്. നീ പ്രവചനത്തിനും പ്രവാചകനും അടിമയായി മാറരുത്. നീ ക്രിസ്തുവിന്റെ അടിമയായി മാറണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അടിമ. അല്ലേ? ദൂതൊക്കെ നല്ലതാ, ദൂത് പറയണം. പക്ഷെ ദൈവത്തെ പ്രാപിച്ചിട്ട് പറയണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ പ്രാപിച്ചിട്ടേ ദൂത് പറയാവുള്ളൂ. അല്ലേ? പണത്തിന് വേണ്ടിയിട്ട് ദൂത് പറയരുത്. അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ദൈവം ഒരു പ്രതിഫലമുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് പ്രതിഫലം തരും ദൈവം. നിങ്ങൾ ചെയ്ത ശുശ്രൂഷയ്ക്ക് പ്രതിഫലം കിട്ടാതെ നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നെങ്കിലോ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ മത്തായിയുടെ വിഷയം 7 തോന്നുന്നു വായിച്ചേക്കാം, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമില്ല അമ്മ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കിടക്കുന്നു. മത്തായിയുടെ വിഷയം 7 വായിച്ചത് കാണാൻ കഴിയും കേട്ടോ. എന്നെ കർത്താവേ കർത്താവ് വിളിക്കുന്ന ഏവനും അല്ലെന്ന്. അല്ലേ? സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണോ നീ? ഇഷ്ടം ചെയ്യുന്നവളാണോ നീ? നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ അന്യോന്യം പ്രബോധിപ്പിക്കുന്നവളാണോ? എന്താണ് നീ മറ്റുള്ളവർ പ്രബോധിപ്പിക്കുന്നത്? ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ യുവതലമുറ അവരോട് ചോദിച്ചാൽ അവരിന്നത്തെ സിനിമാ നടന്മാരുടെ, സൂപ്പർ സ്റ്റാറുകളുടെ, ജനപ്രിയ നായകന്മാരുടെ പേരങ്ങ് പറയും. സിനിമാ നടന്മാരുടെ പേര്, ജനപ്രിയ നായകന്മാരുടെ പേര്, സീരിയൽസ് അല്ല ഉള്ള ആളുകളുടെ, കോമഡി ഉള്ള ആളുകളുടെ പേരൊക്കെയാണ് പറയാം. അവരുടെ പേരല്ല നീ പറയണം. നീ യേശുവിന്റെ പേര് പറ. യേശു സൃഷ്ടാവിന്റെ പേര് പറ. എല്ലാവരും ഞങ്ങൾക്ക് ആ സിനിമാ താരത്തെ അറിയാം, ഞങ്ങൾക്ക് ക്രിക്കറ്റ് താരത്തെ അറിയാം, ഞങ്ങൾക്ക് ആ കോമഡി നടത്തുന്ന റിയാലിറ്റി, ഞങ്ങൾക്ക് അവരെയൊക്കെ അറിയാവുന്നേ. അതൊക്കെ അറിഞ്ഞുകൊണ്ട്
അവരെയൊക്കെ അറിഞ്ഞുകൊണ്ട് നിത്യതയിൽ പോകും. ലേലിയ അവരെയൊന്നും അറിഞ്ഞുകൊണ്ട് നിത്യത പറഞ്ഞില്ല. നീ ലോകത്തിൽ ചെയ്ത കാര്യങ്ങളൊന്നും അറിഞ്ഞു. ചിലരൊക്കെ ഈ ദൈവസഭയെ ശുശ്രൂഷിക്കാനൊക്കെ ഒരു കൺവെൻഷൻ എഴുതേക്കുമ്പോഴത്തേനും പ്രസംഗിക്കാൻ ചില ദൈവദാസന്മാർക്ക് സമയം കൊടുക്കുമല്ലോ. അവർക്ക് പ്രസംഗം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തീമൊക്കെ കാണും പ്രസംഗിക്കേണ്ട വിഷയം ഇതാണെന്ന്. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പിന്നെ അവർ അമേരിക്കയ്ക്ക് പോയത്, ഗൾഫിൽ പോയത്, യൂറോപ്പിന് പോയത്, ഓസ്ട്രേലിയക്ക് പോയത്, ആഫ്രിക്കയ്ക്ക് പോയത്, അവിടെ പോയി തിന്നതും കുടിച്ചതും കഴിച്ചതും കിടന്നതും പറഞ്ഞതും എല്ലാം നമുക്ക് വിളമ്പും. പിന്നെ വചനം ചൊല്ലിയാൻ സമയമില്ല. അന്യോന്യം പ്രബോധിപ്പിക്കുക എന്നിവിടെ പറയുന്നത്, നിങ്ങൾ ദയാപൂർണ്ണ സകല ജ്ഞാനം നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരും ആകുക എന്ന് പൗലോസ് റോമാ സഭയോട് പറയുമ്പോൾ അന്യോന്യം പ്രബോധിപ്പിക്കേണ്ടത് നീ തിന്നുകുടിച്ച് നടന്ന കാര്യമില്ല, ദൈവവചനമോ. പാപിക്ക് മാനസാന്തരം എന്ന രക്ഷയുടെ സന്ദേശം പറയാനാ പറഞ്ഞേ. പാപിക്ക് മാനസാന്തരം എന്ന്, പാപിയെ മാനസാന്തരം നയിക്കുന്ന, ആമെ പാപത്തിൽ വീണ് കിടക്കുന്ന, നിരാശയുടെ നരയുടെ മരണത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന ഹൃദയം കലങ്ങിയവരോട് ആമേൻ കർത്താവാൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വചനം, രക്ഷയുടെ സന്ദേശം പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ പ്രാപ്തരാക്കിയത്. ലേലിയ സ്തോത്രം. രക്തം ചെയ്യാൻ നമുക്ക് മാനസാന്തരപ്പെടണം. അല്ലേലിയ കുടുംബങ്ങൾക്കകത്ത് സമാധാനത്തിന് വാക്കുകളില്ലെന്നേ. കുടുംബത്തിനകത്ത് സമാധാനത്തിന് വാക്കുകളില്ല. മുഴുവൻ ചീത്ത വാക്കുകളാ പറയുന്നേ. അല്ലേലിയ സ്തോത്രം. നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നവരല്ലേ. അല്ലേലിയ കുറെ പ്രാസത്തിന് ഉച്ചിപ്പിച്ച് വലിയ ദൂതുകളൊക്കെ വിളിച്ചു പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കാനൊക്കെ അതിനൊക്കെ പറ്റുമെന്നേ. പക്ഷെ അതിനെക്കാണ്ടൊക്കെ നല്ല ശാന്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ നമ്മളൊന്ന് കോർത്തിണക്കി എടുത്തിട്ട് നമ്മളിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് നമ്മൾ മുന്തിരിവള്ളിയാകുന്ന കർത്താവോട് ചേർന്ന് വസിക്കാനുള്ള സന്ദേശമല്ലേ നമുക്ക് ആവശ്യം. ഇനി കായ്ക്കാത്ത കൊമ്പുകളൊക്കെ ചെത്തി വെടിപ്പാക്കെന്ന് പറഞ്ഞാല് യോഹന്നാൻ 15 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരൻ, ഇനി കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അധികം പരങ്ങൾ ചെത്തി വെടിപ്പാക്കെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം ഡെയിലി. നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ, നിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെത്തി മാറ്റാനുണ്ട്. നീ വില കൂടിയ ഷർട്ട് ഇട്ടത് കൊണ്ടോ, വില കൂടിയ പാൻറ് ഇട്ടത് കൊണ്ടോ, വില കൂടിയ സ്വാമി പെർഫ്യൂം അടിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ വില കൂടിയ വണ്ടിയിൽ നടന്നതുകൊണ്ടോ, വില കൂടിയ അല്ലെങ്കിൽ വാച്ച് കെട്ടിയത് കൊണ്ടോ, അല്ലെങ്കിൽ കഴുത്തിൽ 8-10 പവന്റെ മാലയൊക്കെ തൂക്കിയിട്ട് ആ ഉടുപ്പിന്റെ ബട്ടൺസ് ഒക്കെ തുറന്നിട്ട് അല്ലെ കഴുത്തൊരു 10 പവന്റെ മാലയൊക്കെ ഇട്ട് നീ വിരിഞ്ഞ് നടന്നത് കൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല സഹോദരി സഹോദര. ചിലരൊക്കെ കഴുത്തിൽ കിടക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ 8 പവന്റെ 9 പവൻ, എത്ര 8 പവന്റെ 9 പവനെ. കുഴപ്പമൊന്നുമില്ല. അവസാനം ഇതെല്ലാം മലമായി മാറും. മലമായി മാറും. അവസാനം ഇതെല്ലാം വീതികളിലേക്ക് വലിച്ചെറിയും, മലമായി തോന്നുമെന്ന് യഹസ്കേൽ 7:19 കിടപ്പുണ്ട്. ചിലൊക്കെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര വിശുദ്ധന്മാരാണെന്നാ പറയുന്നത്. അങ്ങനെയൊന്നും വിശുദ്ധനാകത്തില്ല. വിശുദ്ധനാകാൻ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി എന്റെ പാപത്തെ നീ ചെത്തിക്കളയണം. നിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ നീ ചെത്തി വെടിപ്പാക്കിയിട്ട് നീ മാനസാന്തരപ്പെടണം. പ്രൈസ് ദി. കള്ളുകുടിയെ നീ നീക്കിക്കളയണം, പുകവലിയെ നീക്കിക്കളയണം, അശ്ലീല വാക്കുകൾ നീക്കണം, അല്ലെങ്കിൽ അശ്ലീലമായ ചിത്രം കാണുന്ന നീ മാറ്റിക്കളയണം. അല്ലേ സ്തോത്രം. സിനിമകളെല്ലാം നീ നീക്കിക്കളയണം. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തരമെല്ലാം മാറ്റിക്കളയണം. ചേർച്ചയല്ലാത്ത ഒന്നും പറയാൻ പാടില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും പറയരുത്. ദൈവം അറയ്ക്കുന്നതൊന്നും ചെയ്യരുത്. അല്ലേലിയ മാനസാന്തരപ്പെടണം. പ്ലീസറോ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അല്ലേലിയ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ഇരിക്കുന്നു എന്ന് ഓശയ പുസ്തകത്തിന്റെ 6:40. ചിലരുടെ ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് പറയുമോ? യഹൂദരുടെ സ്നേഹം എങ്ങനെയായിരുന്നു ദൈവത്തോട്? യഹൂദ ദൈവത്തെ ഭയങ്കര സ്നേഹിച്ച് ആ സ്നേഹത്തെ കണ്ട് നമ്മുടെ കർത്താവ് പറയുക, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയാ, പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെ. ചിലരുടെ പ്രഭാതമേഘം പോലെ ചിലരുടെ സ്നേഹം പുലർച്ചയ്ക്ക് നീങ്ങും മഞ്ഞു പോലെയാ. ഭയങ്കര വാത്സല്യം പ്രകടിക്കും, പക്ഷെ ഇറങ്ങി നീങ്ങിപ്പോകും. അല്ലേരിയ ഇതിനെ കേൾക്കുന്നവർ അന്യജാതി പെണ്ണായ രൂത്തിന് നല്ലൊരു ഗുണമുണ്ടായിരുന്നു. അല്ലേരിയ അല്ലെങ്കിൽ സ്വാമി സ്തോത്രം. അല്ലെങ്കിൽ രൂത്തിന്റെ പുസ്തകം 10 വായിക്കുമ്പോൾ കാണുന്നത് അനേക ജാതികാരികൾക്ക് പോലും നല്ല ശീലങ്ങളും നല്ല ഗുണങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ധരിച്ചവരായ ക്രിസ്ത്യാനികളുടെ മേൽ എത്രയധികം നല്ല ഗുണങ്ങൾ കാണണം. അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ എത്ര നല്ല ഗുണങ്ങൾ കാണണം. രൂത്തിനെ കുറിച്ച് പറയുന്നത് എന്താ? രൂത്തിനെ കുറിച്ച് അല്ലയ്യ സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ബോവസ് പറയാൻ നിങ്ങൾ കേൾക്കണം. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 9 തൊട്ട് വാക്യം. ഞാൻ അല്ലയ്യ സ്തോത്രം. അല്ലയ്യ
ആമീൻ പറയുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. അല്ലയ്യ. അതിന്റെ 8 തൊട്ട് വായിക്കാം. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു, തന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. ബോവസ് തന്റെ വയലിൽ ആമി കിടക്കുക, പുതച്ചു കിടക്കുക. അർദ്ധരാത്രിയിൽ അവന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. അവൻ ഞെട്ടിത്തിരിഞ്ഞു. അല്ലയ്യ. നീ ആരെന്നോ അവൻ ചോദിച്ചു. ഉടനെ അവൾ പറയാ, ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതുപ്പ് അടിന്റെ മേൽ ഇടേണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, ബോവസ് പറയാ, അതിന് അവൻ പറഞ്ഞത്, മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ഭാര്യക്കാരെ നീ പിന്തുടരാതിരിക്കിയാൽ ആദ്യത്തേതിലും അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. രൂത്തിനോട് ബോവസ് പറയാ, അല്ലയ്യ. സ്തോത്രം. ബോവസിനോട് പറയാണ്, അല്ലയ്യ, മകളെ, നീ യഹോവയിൽ അനുഗ്രഹിച്ച ദരിദ്രന്മാരോടോ ധനവാന്മാരോടോ ഭാര്യക്കാരോടോ ആമേൻ സ്തോത്രം, നീ അവരെ പിന്തുടരാതെ. അല്ലേലിയ. അവളുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് അപ്പം ബോവസിന്റെ വാക്കുകൾ, അല്ലേലിയ, രൂത്തിന്റെ വാക്കുകൾ, അന്യോന്യമുള്ള പ്രബോധനം, സ്നേഹനിർഭരമായ അനുഭവങ്ങൾ. അതെ, നിന്റെ വാക്കുകൾ, നിന്റെ കുടുംബത്തിനകത്ത് നീ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും സ്നേഹത്തിന്റെ വാക്കുകളായിരിക്കണം. നീ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സ്നേഹത്തിന്റെ വാക്കുകളായിരിക്കണം. കരുണയുടെ, ശാന്തതയുടെ, സ്നേഹത്തിന്റെ അല്ലെങ്കിൽ കരുതലിന്റെ വാക്കുകളായിരിക്കണം. രക്തം ചെയ്യും. അല്ലേലിയ. നമ്മുടെ തിണ്ണമിടുക്ക് കാണിക്കരുത്. രക്തം ചെയ്യും. രൂത്തിനെ പോലെ നിനക്ക് നല്ല വാക്കുകൾ, ബോവസിനെ പോലെ നല്ല വാക്കുകൾ, പൗലോസിനെ പോലെ, ബർന്നബാസിനെ പോലെ നല്ല വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയണം. രക്തം ചെയ്യും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അതുകൊണ്ട് ഇസ്രായേലിനെ ദൈവം നല്ല മുന്തിരിയായി നട്ടുവളർത്തി. മിസ്രൈമിൽ കൊണ്ട് നല്ല മുന്തിരിയായി നട്ടുവളർത്തി. പക്ഷെ കായ്ച്ചത് കാട്ടുമുന്തിരികയാണെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5:2. ഹല്ലേലൂയ. അവിടെ തന്നെ നല്ല, ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ ഇരിക്കുന്ന കാട്ടുമുന്തിരിയുടെ വള്ളിയായി തീർന്നത് എങ്ങനെ? മുന്തിരിങ്ങ കായ്ക്കുകയോ നീ കാത്തിരുന്ന് കായ്ച്ചതോ കാട്ടുമുന്തിരി അത്രേ. ഇന്ന് പലരും കർത്താവ് തന്നെ നല്ല മുന്തിരിവള്ളിയായിട്ട് കൊണ്ടുവന്ന, പക്ഷെ നമ്മൾ നല്ല തൈയായിട്ട് വളരും, നല്ല മുന്തിരിങ്ങ കായ്ക്കുന്ന. പക്ഷെ നമ്മൾ കാട്ടുമുന്തിരി പുളിപ്പുള്ള വാക്കുകളാണ്, പുളിച്ച സാധനങ്ങൾ, പുളിച്ച് തികട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഈ വിളിച്ചു പറയുന്നത് മുഴുവൻ. എവിടെയാണ് പൗലൂസിന്റെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യം? പൗലൂസ് റോമൻ സഭയുടെ സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണ്ണ സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തമാകണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി ധരിപ്പിച്ചു കൊടുക്കുക. ലോകപ്രകാരം ലോകമനുഷ്യരെ പോലെ ആകരുത്. രൂത്തിനെ പോലെ ആമൻ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ബോധ്യത്തോടെ നമ്മൾ ദൈവത്തിന് കീഴ്പ്പെടുക. നിന്റെ കുടുംബത്തിനകത്ത്, ജീവിതത്തിന്, സമൂഹത്തിന്, സഭയിലും നീ കൂടി വരുന്ന എല്ലാ മേഖലയിലും അല്ലേലൂയ അന്യോന്യം പ്രബോധിപ്പിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന വാക്കുകൾ പറയാൻ നിന്നെ തന്നെ നേൽപ്പിച്ചു കൊടുക്കാമോ? കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ 800 കോടി ജനം, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനതയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തത്തിലും അനുഭവത്തിലും അശനയാച്ച് റോഹനെ ചോട്ടയോ തടവറയിലായിരിക്കും എല്ലാ ജനതയും അവിടുത്തെ കരങ്ങളേൽപ്പി. കർത്താവ്, ഈ മനുഷ്യൻ ആമി ദൈവകൃപയില്ലാത്ത, ദൈവസ്നേഹമില്ലാത്ത മനുഷ്യൻ, കർത്താവ് ആമി പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത അനുഭവത്തിലൂടെ കർത്താവ് മറ്റുള്ള വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് കുടുംബത്തിനകത്തും പുറത്തും സമൂഹത്തിനും ജീവിതത്തിനും സഭയിലും ജോലി സ്ഥലത്തും എല്ലാം കർത്താവ് മനുഷ്യൻ ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് കർത്താവ് ദയാപൂർണ്ണ സകല ജ്ഞാനവും നിറഞ്ഞവരെ അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരായി ജനം മാറുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആര് നഷ്ടപ്പെട്ടു പോലെ ഭരണാധികാർ, ന്യായാധിപന്മാർ, രാഷ്ട്രീയക്കാർ, മത നേതാക്കന്മാർ, കർത്താവ് അവരെല്ലാം പൊളിച്ച അസഭ്യ വാക്കുകൾ സംസാരിച്ച് ജനത്തെ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഇവർക്കൊക്കെ ഒരു മാനസാന്തരം കൊടുക്കണായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകലത്തിന് ദൈവനീതി വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.